സുഹൃത്തിന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ കാറ് കൊടുത്തു. കാരണം അവൻ തോക്കുന്ന വിചാരിച്ചതാണ്. അപ്പൊ നമ്മളിവിടെ തെറ്റുപറ്റിയിരിക്കുന്ന എവിടെയാണ്? ഞാനാണ് തെറ്റ്. ഞാൻ ഇവിടുത്തെ പ്രതീക്ഷ കൊടുത്തു. നമ്മൾ ഒന്നെങ്കിൽ തോറ്റു പഠിക്കുക, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ കൊടുത്തു. ഇത് പ്രതീക്ഷിച്ചുകൊണ്ടേ ഞാൻ ഏതോ കഷ്ടകാലത്ത് 9ാം ക്ലാസ്സിലായിട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു പോയി. അത് ആരും അവൻ വിശ്വസിക്കുന്നില്ല. ഫസ്റ്റ് റാങ്ക്, സോറി, പോയി. കാരണം എന്റെ പ്രണയ ഞാൻ ക്ലാസ്സിലായതുകൊണ്ട് വളരെ പ്രൂവ് ചെയ്യണമെന്നുള്ള അക്കാഡമിക്സ് വഴിയാണ് ഞങ്ങൾ കണക്ട് ആയത്. ഇഷ്ടമുണ്ടായിരുന്നു ഫസ്റ്റ് റാങ്കിന്റെ അങ്ങനെ ഞാൻ ആ പ്രതീക്ഷ നൽകിയതോടുകൂടി അച്ഛനമ്മയ്ക്കും എന്നിലെ 88% വലിയതായി. അങ്ങനെ പ്ലസ് വണ്ണിന് തിരിച്ച് വിഷയത്തിലേക്ക് വരാം. എനിക്ക് 90% കട്ട് ഓഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല. കാരണം അവിടെ മറ്റേ സ്കൂളിൽ 90% കട്ട് ഓഫ് ആണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് എന്റെ പണിയായ ആ കുട്ടിയുടെ അച്ഛൻ അവളെ അവിടെ കൊണ്ടാക്കി തൊഴിൽ വെച്ചു. പക്ഷെ ഞാൻ എന്റെ എല്ലാ ഹോൾഡും ഉപയോഗിച്ചു, അച്ഛന്റെ ഹോൾഡ് ഉപയോഗിച്ചു, വാങ്ങിച്ച് കയറി. അപ്പൊ അവിടുത്തെ കുട്ടിയുടെ അവിടുത്തെ കൈമാരൊക്കെ എന്നോട് പറയുമായിരുന്നു. കാരണം എല്ലാവരും 90-95% മാർക്കൊക്കെ വാങ്ങിച്ച കുട്ടിയാണ്. അപ്പൊ ഞാനാണ് 88 കട്ട് ഓഫിലേക്ക് ആയിരുന്നു. അപ്പൊ ഇവരാദ്യം ചോദിക്കുക, നിങ്ങളുടെ CGP അതുപോലെ ചോദിക്കും. CGP ഒക്കെ എന്തോ സാധനം ചോദിക്കും. ഫിസിക്സ് കെമിസ്ട്രി ഇതിന്റെ മാർക്ക് ചോദിക്കുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവർ മാർക്ക് ചോദിച്ചുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫിസിക്സ് കെമിസ്ട്രി വെരി ഗുഡ്. അങ്ങനെയാണ് അവർ. അപ്പൊ 88 എന്ന് പറഞ്ഞപ്പോ ഇവർക്കൊക്കെ ഞാൻ ക്ലാസ്സിൽ ഔട്ട്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൽ ആ കുട്ടിയോട് അവളുടെ അടുത്ത സുഹൃത്തുക്കളായ പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ സ്നേഹിക്കുന്നൊക്കെ നിങ്ങൾക്ക് ഈ ഉപദേശം മനസ്സിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ പ്രണയിക്കുന്നൊക്കെ ഹാപ്പി ചെയ്യുന്നതൊക്കെ പഠിക്കുന്ന പരിപാടിയൊക്കെ കുഴപ്പമില്ലേ. അങ്ങനെ അവളെ പതിയെ ബ്രെയിൻ വാഷ് ചെയ്ത് തുടങ്ങും. ടീച്ചേഴ്സ് ഉൾപ്പെടെ ഞാനാണ് ഇയാൾ. കാരണം അവിടെ ഒരു മിഡ് ടേം ടെസ്റ്റ് വന്നപ്പോഴേക്കും 50 മാർക്കുകൾ എനിക്ക് 38-40 ആയപ്പോഴേക്കും ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. അങ്ങനെ